ഹായ് ഗൈസ്, ഫസ്റ്റ് തന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഒരു ഫാമിലിക്കും ഈദ് മുബാറക്ക് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, നമുക്ക് ലീവും കാര്യങ്ങളൊന്നുമില്ല, ഓൺ ഡ്യൂട്ടിയാണ്. അപ്പം ഈവനിങ് ചെറിയൊരു ക്ഷണമുണ്ട്, അപ്പം നോക്കാം, ഈവനിങ് ആണ് ഗൈസ്. ഇത് നെസ്ലേൻ്റെ മോളുമാണ്. ഞാൻ ഡ്യൂട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവരെന്നെ ഹോസ്പിറ്റലിൽ പിക്ക് ചെയ്യാൻ വന്നു. ഇവരെ വീട്ടിലേക്കാണ് എനിക്ക് വരുന്ന ക്ഷണം കിട്ടിയിട്ടില്ലേ. ഞാനിവളെ മോളും എന്താണെന്നറിയില്ല, എന്തോ ഒരു ഭയങ്കര ബോണ്ടാണ്. ഇവർക്ക് ഒറ്റ വാശിയായിരുന്നു ഞാൻ വരണം. അങ്ങനെ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു പെരുന്നാൾ ക്ഷണമായിരുന്നേ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ടുള്ളൊരു പെരുന്നാൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടെ വണ്ടിയിട്ട് ഇങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ് കുറേ നാളായി കാണാത്ത. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറഞ്ഞു. ഓള വീട് മുഴപ്പിലങ്ങാട് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒന്നാമത് പെരുന്നാൾ ആൾക്കാരെ കൊണ്ട് കളി. ഫൈനലി ഓള വീട്ടിൽ നമ്മളെത്തി. ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇതുമറൊക്കെ പറഞ്ഞു വീട്ടിലോട്ട് കയറി. നൈസ് പാട്ട്. അങ്ങനെ പെണ്ണിൻ്റെ ഒരു അടിപൊളി പാട്ടെല്ലാം കഴിഞ്ഞ് അതിന് 2-3 ഉമ്മയൊക്കെ കൊടുത്ത് നമുക്ക് തിരിച്ച് ഉമ്മയൊക്കെ കിട്ടി. പിന്നത്തെ പരിപാടി ഫുഡ് അടിയാണ് ഗൈസ്. നൈസ് ബിരിയാണിയും നല്ല പൊരിച്ച ചിക്കനും. നെസ്ലേൻ്റെ ഉമ്മേൻ്റെ വകയാണ് ബിരിയാണി, നൈസായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് പിന്നത്തെ പരിപാടി ബീച്ചിൽ പോക്കാണ്. നേരെ ബീച്ചിലോട്ട് പോയി. എൻ്റെ പൊന്നെ ആൾ എന്നൊക്കെ പറഞ്ഞ വിഷയം അത്ര ആൾക്കാരായിരുന്നു. നല്ല വൈബായിരുന്നു. മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിത്തന്ന്. പിന്നെ നേരെ തിരിച്ച് പിന്നെ അവളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിലേക്കും കയറി നേരെ തിരിച്ചു ഗൈസ്. അപ്പം ഭയങ്കര ഹാപ്പിയായി. ആദ്യമായിട്ടാണ് ഒരു പെരുന്നാളൊക്കെ കൂടിയേ. ബൈ ഗായ്സ്.